എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ജോലിക്ക് പോവുകയാണ്. രാവിലെ 10 മണിയായി. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. നമ്മുടെ മല കണ്ടോ? എന്തൊരു ഭംഗിയാണെന്നറിയാം. നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണം എനിക്ക്. ഇപ്പം എങ്ങനെ പോവുകയാണ്. നല്ലൊരു ഫോൺ മേടിക്കണം. ആദ്യം ഫോൺ മേടിച്ചിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആട്ടോയിലോ ബസ്സിലോ പോവാം. ഇവിടെ അടുത്താണ് എനിക്ക് ജോലി, ഒരുപാട് ദൂരമല്ല. അതൊരു ഭാഗ്യമായി. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടാവുമല്ലോ. കുടിച്ചോ എന്ന് ചോദിക്കണ്ടല്ലോ. എന്തെന്ന് പറഞ്ഞാൽ മണി 10 കഴിഞ്ഞില്ലേ. നല്ല റോഡിലൊക്കെ കിടപ്പുണ്ട് പട്ടികൾ. പിന്നെ വേറെന്താണ് വിശേഷം? ഇവിടെ അമ്പലം പണി നടക്കുന്നു. നടക്കുന്നുണ്ട്. സുഖമല്ലോ. ആൾക്കാർ ഇവിടെ പണി ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെല്ലാം കൃഷി ചെയ്യുന്ന വയലായിരുന്നു കേട്ടോ. ഇപ്പം കൃഷിയൊന്നും ചെയ്യുന്നില്ല. ആർക്കും മുതലാവുന്നില്ലെന്നാണ് പറയുന്നത് കൃഷി ചെയ്യാൻ. അതുകൊണ്ട് കൃഷിയൊന്നും ആരും ഇപ്പം ചെയ്യുന്നില്ല. ഇവിടെ കുട്ടിക്കാലത്ത് എന്തുമായിരുന്നു. ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോഴും അതുപോലെ ഭംഗിയാണ്. അത് വേറൊരു രീതിയിലെ ഭംഗിയാണ് ഇപ്പോഴും. പക്ഷേ അന്ന് കൃഷിയായിരുന്നു. നെല്ല്, ഫുള്ള് നെല്ലുകളായിരുന്നു. അങ്ങനെ പിന്നെന്താണ്? അപ്പം പിന്നെ വീഡിയോ നിർത്താലോ അല്ലേ? പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവരും ഞാനിടുന്ന എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് തരണം. എനിക്ക് കൊച്ചിലേ ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ. നമ്മൾ അത്തം ഇടാൻ പറിക്കുമായിരുന്നു, മനസ്സിലായോ? അത്തം ഇടാൻ പറിക്കുന്ന പൂക്കളായിരുന്നു കുഞ്ഞു പൂക്കൾ. നീലപ്പൂ, കുഞ്ഞു നീലപ്പൂവും മഞ്ഞ് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചെടികൾ ഞാനും വീട്ടിൽ കുറേ കൊണ്ടിപ്പം നട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ നിന്നതെല്ലാം പോയി. ഇപ്പോൾ ജോലി വീട്ടിൽ നമ്മൾ ഓഫീസ് മുഖാന്തരമാണല്ലോ പോകുന്ന ജോലി. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ സഞ്ചി ഒന്ന് താഴെ വീണു, വേഗം താഴെ വീണു. ഉണ്ട് കുറേ പൂക്കളുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ മുഖാന്തരം പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മളൊരു 10 ദിവസം, ഞാൻ കൂടുതൽ ദിവസം അവധി എടുക്കും. എനിക്ക് വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ജോലിയാണ്. എത്ര ജോലി ചെയ്താലും മതിയാവില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കും. കുരുമുളക് നടും, പച്ചമുളക് നടും, പിന്നെ വാഴ നട്ടു വയ്ക്കും. കണ്ടോ നല്ല ഭംഗിയല്ലേ? വാഴ നട്ടു വയ്ക്കും. അങ്ങനെ പിന്നെ അടയ്ക്കാമരത്തിൻ്റെ തൈ ഉണ്ടല്ലോ, അടയ്ക്കാമരം, കമുവിൻ്റെ തൈയെല്ലാം കൊണ്ടു നടും. അങ്ങനെ കുറേ ജോലികളാണ് എനിക്ക് വീട്ടിലങ്ങനെ കുന്താലിയും വെച്ചിട്ട് കുത്തിയിളക്കി കിളച്ചതൊക്കെ തന്നെ ജോലി. ഇന്നലെ കുറേ അടയ്ക്കാമരം നട്ട് തോട്ടുന്ന വെള്ളം കോരി ഒഴിച്ച്, അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. അങ്ങനെ കുറേ ജോലികളാണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഇരുന്നാലും വെറുതെ ഞാനിരിക്കാറേയില്ല. വെറുതെ ഇരിക്കാറില്ല. അതുകൊണ്ട് പറഞ്ഞു വന്നൊരു കാര്യം, ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ സഹോദരങ്ങളെ. എനിക്ക് ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആധാർ ഞാനിപ്പം അടുത്ത ആഴ്ച വീട്ടിൽ വരുമ്പോൾ ഞാൻ ആധാർ പോയി എടുക്കും കേട്ടോ. ആധാർ ഞാൻ എടുത്തിട്ട് എൻ്റെ ഫോൺ നമ്പരും
അഡ്രസ്സും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കും, യൂട്യൂബിലും ഫേസ്ബുക്കിലും കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ എന്താണ്, ഞാൻ തോണ്ട റോഡിൽ പോയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലിറങ്ങിയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അത്ര ദൂരമേ ഉള്ളൂ, ഇച്ചിരി കുറച്ച് ഇങ്ങോട്ട് നടക്കേണ്ട ഒരു ഇതേ ഉള്ളൂ നമുക്ക്. എന്നിട്ട് ബസ്സിൽ ആട്ടോയിൽ പോവും. ആട്ടോയിൽ ഒത്തിരി പൈസയാവും, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോകണം. ഒരു ബസ്സിലാണെങ്കിൽ 15 രൂപ കൊടുക്കണം, നമ്മൾ ഓട്ടോയിലാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആട്ടോയിലാണെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്സിൽ പോവുകയുള്ളൂ. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റ, എല്ലാവർക്കും ടാറ്റ. ആ റോഡ് അങ്ങോട്ട് ആറ്റിങ്ങി പോകുന്നതാണ് കേട്ടോ, അങ്ങോട്ടാണ് ആറ്റിങ്ങി പോകുന്നത്. ഇങ്ങോട്ട് പോകുന്നത് വാമനപുരത്ത്, അതുവഴി അങ്ങോട്ട് പോകുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്. ആദ്യം പറയാം, വാമനപുരം, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം, അങ്ങനെ പോകും. എന്നാൽ പിന്നെ ശരി, ടാറ്റാ.